الحمد لله الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا وكثرت ذنوبنا فادركنا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم. وقال النبي المصطفى محمد: ما من مسلم يسلم علي إلا رد الله علي روحي حتى أرد عليه السلام. صدق رسوله الكريم. ثم رضا النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا
واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى محمد سيدنا محمد. സ്നേഹം പൂത്തുല്ലസിച്ച് നിൽക്കുന്ന പവിത്രമായ വേദിയുടെ സമാദരണീയനായ അധ്യക്ഷൻ ഫൈസൽ ഫൈലി ഉദ്ഘാടനം ചെയ്ത പ്രദേശത്തിൻ്റെയും സദസ്സിൻ്റെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും അത്താണിയും ആശാകേന്ദ്രവുമായ പ്രിയങ്കനായ KK തങ്ങൾ വെട്ടിച്ചിറ, ബഹുമാന്യനായ സ്വാലിഹ് ഹുദവി, ബഹുമാന്യനായ സ്ഥലം ഖത്തീബ് ഉസ്താദ് മൂസക്കുട്ടി ഫൈലി, മഹല്ല് പ്രസിഡന്റ് അബ്ദുള്ളുക്കായ ചങ്ങൽ, മഹല്ല് സെക്രട്ടറി ലത്തീഫ് KK, ബഹുമാന്യനായ സുഹൈൽ, ഞാൻ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ സ്റ്റേജിലെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ഈ സദസ്സിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഭമ്യമായ ഹൃദയഭ്രമം കൊണ്ട് സംഘടിച്ച ഇന്നിൻ്റെ പ്രതീക്ഷയും നാളെയുടെ വാഗ്ദാനങ്ങളും സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളുമായ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ബഹുമാന്യരായ ഉമ്മ പെങ്ങന്മാർ, സർവശക്തനും സർവജ്ഞനുമായ അള്ളാഹു നമ്മുടെ ഈ സംഗമം നാളെ സ്വർഗീയ സംഗമത്തിനുള്ള കാരണമായി ഈ രാത്രിയിൽ നമ്മിൽ നിന്ന് അംഗീകരിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും രാപ്പകൽ ഭേദമന്യ ഇന്ന് വരെ ജീവിതത്തിൻ്റെ സഞ്ചാരത്തിനിടയിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, പൈശാചിക ദുർബോധനങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട്, ചെറുതും വലുതുമായി കണ്ടതോ കേട്ടതോ സ്പർശിച്ചതോ മൊഴിഞ്ഞതോ കൊതിച്ചതോ ആയ എല്ലാ പാപങ്ങളും പാപങ്ങളുടെ ഹിമാലയ കൂമ്പാരങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് പൊറുക്കുകയും മാപ്പാപ്പുകയും അത് സൃഷ്ടിച്ച ഹൃദയത്തിൻ്റെ കറകളും മായങ്ങളും ചേറുകളും ചളികളും അള്ളാഹു ഈ സദസ്സിൻ്റെ മഹത്വം കൊണ്ട്, സദസ്യരുടെ മാഹാത്മ്യം കൊണ്ട് തുടച്ച് വൃത്തിയാക്കി മിനുക്കി നമ്മുടെ ഹൃദയഭിത്തിയിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ ദാഹവും കൊതിയും മോഹവും കാമവും പ്രണയവും സ്നേഹവും എല്ലാം അള്ളാഹു സന്നിവേശിപ്പിക്കട്ടെ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധേയമായ ഒരു തലവാചകമാണ് ഈ മുത്തഅല്ലിം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വേദനിപ്പിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേദനിപ്പിക്കുന്നവരെയും പീഡിപ്പിക്കുന്നവരെയും പ്രതികാരം ചെയ്യാതെ ക്ഷമയോടെ വെറുതെ വിടുന്ന ആളുകളെ ചരിത്രത്തിൽ എമ്പാടും നമുക്ക് പരിചയമുണ്ട്. അവർ നല്ലവരാണ്. കക്ഷിപക്ഷ ജാതി മത ഭേദമന്യ എല്ലാവരിലും അങ്ങനെയുള്ളവരാ കാണാം. അങ്ങോട്ട് വേദനിപ്പിച്ചാൽ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ പുറത്തു തരുന്ന ആളുകൾ. പക്ഷെ വേദനിപ്പിക്കുന്നവർക്ക് തിരിച്ച് സ്നേഹം കൊടുക്കാൻ അസാമാന്യമായ ശക്തിവിശേഷത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അറ്റമില്ലാത്ത ഉറവിടങ്ങളിൽ നിന്നല്ലാതെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അള്ളാന്റെ ഹബീബ് അങ്ങനെയാണ് എന്ന് അവിതർക്കിതമാം വിധം അസന്നിഗ്ധമായി കട്ടായമായി
വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. ആ ഭാഷാപ്രയോഗമൊക്കെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ശൈലിയാണ്. ലഖദ് ജാഅകും എന്ന് പറഞ്ഞാൽ വലിയൊരു ഹദിയ, ഒരു സമ്മാനം പ്രിയപ്പെട്ട ഒരു മഹാനായ മനുഷ്യന് കൊടുക്കുന്ന സമയത്താണ് ഈ രീതിയിൽ ലഫ്ള് പ്രയോഗിക്കുക. ലഖദ് ജാഅകും, നിങ്ങൾ കണഞ്ഞിരിക്കുന്ന വന്നിരിക്കുന്നു, റസൂൽ, നിങ്ങൾക്ക് റസൂൽ വന്നിരിക്കുന്നു, മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന്. റസൂൽ മലക്കായില്ല, ഭൂതവിഭാഗത്തിലെ മെമ്പറായില്ല. മലക്കായിരുന്നെങ്കിൽ ജിന്നായിരുന്നെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല, മണത്തറിയാൻ കഴിയില്ല, കണ്ടറിയാൻ കഴിയില്ല, കേട്ടറിയാൻ പ്രയാസമാണ്, പിടിക്കാനും പ്രയാസമാണ്. കാണാനും മണക്കാനും പിടിക്കാനും സ്പർശിക്കാനും കേൾക്കാനും ഉതകുന്ന ഒരാളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു സെലക്ട് ചെയ്ത് ശുദ്ധാത്മാവാക്കി എല്ലാ ഗുണങ്ങളും എല്ലാ മഹത്വങ്ങളും എല്ലാ പ്രകീർത്തനങ്ങളും എല്ലാ പ്രശസ്തിയും എല്ലാ ശ്ലാഘനീയമായ ഉത്കൃഷ്ടമായ വിശേഷണങ്ങളും ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട് പടച്ചവൻ പടച്ചുവിട്ടവന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു റസൂൽ വന്നിരിക്കുന്നു. മുത്തഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കാൻ, ഇവിടെ ഒരു ഖിറാഅത്തുണ്ട്, മിൻ അൻഫസിക്കും എന്നൊരു ഖിറാഅത്തുണ്ട്. മിൻ അൻഫുസിക്കും മിൻ അൻഫസിക്കും എന്നൊരു ഖിറാഅത്തുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അറബികളോട് പറയാണ്, നിങ്ങളുടെ കുടുംബം ഗോത്രത്തിൽ നിന്ന് ഏറ്റവും ഉത്തമമായ ഗോത്രത്തിൽ നിന്ന് ഒരാളെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. ഖലഖല്ലാഹുൽ ഖൽഖ واختار من الخلق بني آدم واختار من بني آدم العرب واختار من العرب مضرا واختار من مضر قريشا واختار من قريش بني هاشم واختارني من بني هاشم فأنا خيار من خيار من خيار. ഈ ലോകത്ത് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാനെന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ വിളംബരം ചെയ്തുകൊണ്ട് ലോകസമക്ഷം ബോധ്യപ്പെടുത്തിയ നീതിയുടെ പൊരുളേ, നന്മയുടെ നിലാവേ, സത്യത്തിന്റെ ഉറവിടമേ, സന്മാർഗത്തിന്റെ പ്രകാശമേ, വേദനിക്കുന്നവന് നിസ്തുല്യമായ അതുല്യമായ സ്നേഹത്തിന്റെ പൂച്ചുണ്ട്, കാരുണ്യത്തിന്റെ സ്നേഹവായ്പ കൈമാറിയ ലോക ചരിത്രത്തിലെ അതുല്യ താരമേ, കൽബിന്റെ ഖിബിലയേ, റൂഹിന്റെ വസന്തമേ, മുഹമ്മദ് മുസ്തഫ. പോരാ ആണുങ്ങൾ നറുക്ക സലാത്തില്ലേ. ഓപ്പറേറ്റർ ഒന്നും മെല്ലെ ശബ്ദം കൂട്ടും ചെയ്യേ, കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ. ആണുങ്ങൾ മെല്ലാക്കിയാൽ പോരാ, മൂപ്പര് മെല്ലെ ശബ്ദം കൂട്ടിയാൽ മതി. നിങ്ങൾ ഉറക്ക സ്വലാത്തല്ലേ, പെണ്ണുങ്ങളല്ല ആണുങ്ങൾ, ഒന്നുറക്കെ. മുഹമ്മദ് മുസ്തഫ ഇന്ന് സ്നേഹത്തിൻ്റെ സഹസാണ്. ഇന്ന് ഒരുപാട് വിഷയങ്ങൾ പറയല്ല. ഉള്ള സമയത്ത് ഈ മഹബത്തിൻ്റെ പുഴയിൽ കുളിച്ചിട്ട് മുത്തും പവിഴവും സലാത്തിൻ്റേതായി വാങ്ങിക്കൂട്ടി വാരിക്കൂട്ടി ഒരുപാട് ഉദ്ദേശങ്ങൾ പൂർത്തിയായി പ്രയാസങ്ങളുടെ ഭണ്ഡാരം അത് ഇറക്കി വെച്ച് പ്രയാസങ്ങളുടെ മറാപ്പുകൾ കെട്ടഴിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു തൂസ്പർശവുമായി ഈ സദസ്സിൽ നിന്ന് പിരിയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
അതുകൊണ്ട് സ്വലാത്ത് ഉറക്കെ എല്ലാവരും ചൊല്ലണം. ഉറക്കെ സ്വലാത്ത് ഹൃദയത്തിൻ്റെ ഒരു വലിയ ആകർഷണമാണ്, ഹൃദയത്തിൻ്റെ ഔഷധമാണ്, ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. അത് റൂഹിൻ്റെ മുദ്രാവാക്യമാണ്, കേവലം ചുണ്ടിൻ്റേതല്ല. മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 അല്ലാഹ്. ഹൃദയത്തിൻ്റെ ചൈതന്യമേ മുഹമ്മദ് മുസ്തഫ. ഞാനൊരു ചെറിയ സംഭവം സലാത്തിൻ്റെ ആവേശത്തിന് വേണ്ടി പറയുകയാണ്. ഉമ്മത്തിനെ ഇത്രമാത്രം അവർണ്ണനീയമായ അവാച്യമായ സ്നേഹത്തിൻ്റെ മാറിടത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, മഹബത്തിൻ്റെ മുത്തം തന്നുകൊണ്ട്, തൻ്റെ ഹുബിൻ്റെ പ്രാസ്ഥാനികമായ കോട്ടയില് ഉമ്മത്തിനെ തീറ്റിപ്പോറ്റിയ അല്ലാഹുവിൻ്റെ ഹബീബേ മുഹമ്മദ് മുസ്തഫ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ ഹബീബി, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? സ്വന്തം ഭർത്താവാണ്, ആ ഭർത്താവിനോട് അവിടുത്തെ മഖാമും ഖദറും അറിയുന്ന ആയിഷ കെഞ്ചുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുത്തെ സഹധർമ്മിണിയായ എനിക്ക് നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? അള്ളാഹിന്റെ റസൂൽ ഉടനെ ദുആയിരുന്നു, അല്ലാഹുവേ ആയിഷാക്ക് നീ സകല പാപങ്ങളും പൊറുക്കണേ തമ്പുരാനെ, ആയിഷാനെ നീ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതയാക്കണേ അല്ലാഹ്. അവിടുത്തെ സ്നേഹത്തോടെയുള്ള ആയിഷാക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥന കേട്ടുകൊണ്ട് സന്തോഷ സ്നേഹാധിക്യത്താൽ ആയിഷ അങ്ങ് പുഞ്ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് മുത്തുനബിയുടെ പവിത്രമായ മടിയിലേക്ക് ആയിഷ ബീവി ചിരിച്ചുകൊണ്ടങ്ങ് വീഴുകയാണ്. വീണ സഹധർമ്മിയുടെ നെഞ്ചകം തടവിയിട്ട് അള്ളാന്റെ റസൂല് ചോദിച്ചു, ഇത്രയധികം സന്തോഷിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഈ ദുആ കേട്ടുകൊണ്ട് സ്വയം ശരീരം മറന്നുകൊണ്ട് തളർന്നുകൊണ്ട് നീ ചിരിച്ചുകൊണ്ട് എൻ്റെ മടിയിലേക്ക് വീണില്ലേ ആയിഷ? എൻ്റെ ഒരൊറ്റ ദുആ കൊണ്ട് നിയന്ത്രണം വിട്ട് എന്റെ മടിയിലേക്ക് നീ വീണില്ലേ ആയിഷ? എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോൾ ദുആ ചെയ്ത ഈ ദുആ ഇല്ലേ, അതുപോലെ എൻ്റെ ഉമ്മത്തിന് ഞാൻ 5 വഖത്തിലും ദുആ ചെയ്യുന്നുണ്ട് ആയിഷ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇവിടെ വീഴാൻ പുന്നാര നബിയില്ല, ഇവിടെ കാണാനാ മടിശീലയില്ല, നമുക്ക് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാ പാൽപുഞ്ചിരിയില്ല. പക്ഷെ സ്നേഹത്തിന്റെ സലാത്തിന്റെ മടിശീലയിലേക്ക് നീറുന്ന പുകയുന്ന കാണാൻ കൊതിക്കുന്ന കൽബുമായി നമുക്കും ആയിഷ ബീവിയുടെ പിന്നാലെ ഒന്ന് വീഴാമല്ലോ. അതുകൊണ്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആയിഷ, ഞാൻ ഒരു ദുആ നിനക്ക് വേണ്ടി നൽകിയപ്പോഴേക്ക് നീ സകലതും മറന്നുകൊണ്ട് ശരീരം മറന്ന് തളർന്നുകൊണ്ട് എൻ്റെ മടിയിലേക്ക് വീണില്ലേ? അപ്പം എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ദ്വാരക്കുന്നവർ കേട്ടാൽ അവർ എത്ര വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് മദീനയിൽ പോയിട്ട് നടത്തുന്നത്. മദീനയിൽ പോയിട്ടാണ്ട് ഇരിക്കല്ലേ മുഹബ്ബീങ്ങൾ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹത്തിൻ്റെ കണ്ണീരിൻ്റെ ഉപ്പുരസം ഊറ്റിക്കുടിക്കുന്ന കസ്തൂരി മണ്ണുണ്ടെങ്കിൽ അത് മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അവിടെ എത്തേണ്ടതുപോലെ എത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹുബ്ബതാണ്. ഹുബ്ബ് ഉള്ളിൽ മാത്രം ഒതുക്കി വെച്ചാൽ പോരെ. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, അതിനിപ്പോൾ പന്തലിടണോ വേദി കെട്ടണോ, റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് മനസ്സ് കൊണ്ടിടണോ പോരെയെന്ന്. അവരാക്ഷേപിക്കുന്ന തൊഴിൽ എനിക്കില്ല, അവർക്ക് ഹിദായത്തിൻ്റെ വാദം അല്ലാഹു കൊടുക്കട്ടെ. പക്ഷേ സ്നേഹത്തോടെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഹുബ്ബ് എന്നുള്ള വാക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഹ മഹ്റജ് ഉള്ളിലാണ്, മഹ്റജ് പുറത്താണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ഉള്ളിലും പുറത്തും വേണം. ആയത്തോ ഹദീസൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ആ വാക്കൊന്ന് പഠിച്ചാൽ മതി. ഹുബ്ബ് ഹ മഹ്റജ് ഉള്ളിലാണ്, അപ്പോൾ ഉള്ളിൽ വേണം, ഭ പുറത്താണ്.
അപ്പോൾ അത് ഉള്ളിൽ മാത്രം വെച്ചാൽ പോരെ, പുറത്തും വേണം. അതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എനിക്ക് ഉച്ച മുതലേ ഒരുപാട് ദൂരെ നിന്ന് ചെറുപ്പക്കാർ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ കേൾക്കാനായിട്ട് വരുന്നുണ്ട്. ഇന്നുണ്ട് ജീവിക്കാത്ത നന്മകൾ, ഇന്നുണ്ട് മരിച്ചു പോകാത്ത ഒരുപാട് നന്മകൾ, സ്നേഹങ്ങൾ, ഒരുപാട് ധർമ്മങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് തിന്മകൾ, ഒരുപാട് കടുത്ത ധിക്കാരങ്ങൾ, ഒരുപാട് ഇരുട്ടുകൾ നമ്മുടെ ഇടയിലേക്ക് കയറി വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ മരിക്കാത്ത ഒരുപാട് നന്മകൾ ഇപ്പോഴും ശിഷ്ട സൗഭാഗ്യങ്ങളായി സമൂഹമധ്യേ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊക്കെ വേദി കയറി ഇറങ്ങാൻ കഴിയുന്നത്. അവർക്കൊക്കെ അള്ളാഹു, ആ ചെറുപ്പക്കാർക്ക് നമുക്കൊക്കെ അള്ളാഹു അവൻ്റെ ത്വാഴത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ആമുഖമായിട്ട് ഈ സ്നേഹം വായിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിൻ്റെ ആഴിയിലേക്ക് കടക്കാം. ആയിഷ, ഒരു ദ്വാ ഞാൻ എനിക്ക് നിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നടത്തിയ കാരണത്താൽ നീ സ്നേഹിച്ച് നിൻ്റെ സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് എൻ്റെ മടിയിലേക്ക് വീഴുമ്പോൾ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ദ്വാരക്കുന്നുണ്ടല്ലോ, അവരിതറിഞ്ഞാൽ എത്ര വീഴേണ്ടി വരും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുഖറാക്കളുടെ തോഴനെ, മിസ്കീന്മാരുടെ അവലംബമേ, ഞാനും പാവങ്ങളുമായിരിക്കും ആദ്യം സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് തുറക്കപ്പെട്ടാൽ പ്രവേശിക്കുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതൊന്നും ഒരുപാട് ആളുകൾക്ക് പറയാൻ കഴിയുന്ന വാക്കല്ല അത്. എപ്പോഴും ഫുഖറാക്കളെ താങ്ങിപ്പിടിച്ച്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിർഹം പോക്കറ്റിലിട്ടിട്ട് വരികയായിരുന്നു. അപ്പോൾ ഒരു പ്രായമുള്ള അടിമപ്പെണ്ണ്, വൃദ്ധയാണ്, മറ്റൊരാളുടെ കീഴിൽ അടിമയായിട്ട് ജോലി ചെയ്യുന്ന പെണ്ണാണ്. ആ പെണ്ണ് വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ഈ വഴിയോരത്തിൽ നിന്നിട്ട് എന്തിനാ കരയുന്നുമ്മാന്ന് വെച്ചു. ഞാൻ ഇന്നാലിൻ്റെ മനുഷ്യൻ്റെ അടിമപ്പെണ്ണാണ്, അതിനെന്താ ഞങ്ങൾ കരയണമെന്ന് വെച്ച്. അയാൾ അടിച്ചോന്ന് വെച്ചു. അടിച്ചിട്ടൊന്നുമില്ല, പിന്നെന്താ, എനിക്ക് 2 റുപ്യ തന്നിരുന്ന് അങ്ങാടിയിൽ നിന്നൊരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട്, കാരൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട്, അതിനെന്തേ ആ 2 റുപ്യേൻ്റെ അടുത്ത് പോയി, അതുകൊണ്ട് എനിക്ക് തിരിച്ച് ആ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല, പ്രഹരം കിട്ടും, അതുകൊണ്ട് എനിക്ക് വിഷമം കൊണ്ട് കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോക്കറ്റിൽ നിന്ന് ആ 2 റുപ്യ എടുത്ത് കൊടുത്തു. അതള്ള അതായിട്ട് സാധനം വാങ്ങി തിരിച്ചു പോകുമ്പോഴും കാര്യമാണ്. അപ്പോൾ ചോദിച്ചു, എന്തിനാ ഇനി കാര്യമാണെന്ന് വെച്ച്. സമയം ഒരുപാട് ലേറ്റായും ചെയ്ത്. അപ്പോൾ എന്നോട് ചോദിക്കും, അപ്പോൾ എൻ്റെ 2 റുപ്യ നഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറച്ചു നേരം ഇരുന്ന കാരണത്താൽ ലേറ്റ് ആയതാന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ചീത്ത കേൾക്കും, ചിലപ്പം ശക്തമായിട്ട് അടിയും കിട്ടുന്നാർ. അപ്പോൾ ആ പാവപ്പെട്ട അടിമ പെണ്ണിൻ്റെ പിന്നാലെ അള്ളാഹുവിൻ്റെ റസൂൽ ആ വീട്ടിലേക്ക് നടക്കുകയാണ്. അല്ലാ, ആ അടിമപ്പെണ്ണിൻ്റെ പിന്നാലെ നടക്കുകയാണ് ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ അമ്പിയാക്കളിലെ ചക്രവർത്തി. പിന്നാലെ നടന്നുകൊണ്ട് ആ വീടിൻ്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. മറുപടിയില്ല. പ്രഗത്ഭനായ ഒരു സ്വഹാബിയുടെ വീടാണ്, മറുപടിയില്ല. പിന്നെയും പറഞ്ഞു, അസ്സലാമു അലൈക്കും, പ്രതികരണമില്ല. മൂന്നാമതും പറഞ്ഞു സലാം, പ്രതികരണമില്ല. നാലാമത് പറഞ്ഞു സലാം. അപ്പോൾ വീട്ടിൻ്റെ അകത്തിൽ നിന്ന് മറുപടി, വഅലൈക്കുമുസ്സലാം യാ റസൂലല്ലാഹ്. ഉടനെ അള്ളാന്റെ റസൂല് ചോദിച്ചു, ഞാൻ 3 വട്ടം സലാം പറഞ്ഞിട്ട് 4-മത്തേതിലല്ലേ നീ മറുപടി പറഞ്ഞത്, പ്രതികരിച്ചത്? അപ്പോഴാണ് ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഞാൻ സലാം മടക്കാൻ നിൽക്കുമ്പോ പറഞ്ഞത് നിങ്ങളാണെന്ന് കണ്ടപ്പോ അങ്ങയുടെ ശറഫാക്കപ്പെട്ട ചുണ്ടിൽ നിന്ന് ആ സലാമിന്റെ തേട്ടോ എന്റെ വീട്ടുമുറ്റത്ത് നിന്ന് 2 പ്രാവശ്യം കൂടി ആവർത്തിച്ചാൽ എന്ന കൊതി ഞാൻ അറിയാതെ എന്റെ ഹൃദയത്തിൽ ഊറി വന്നപ്പോൾ, അതുകൊണ്ട് എന്റെ ദുന്യവിയായ ജീവിതവും എന്റെ പരലോക പ്രതീക്ഷയും പൂവണിയും എന്ന ശുഭപ്രതീക്ഷ എനിക്കുള്ളത് കൊണ്ട് അതൊന്ന് ആവർത്തിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പെടുന്നതിനെ മറുപടി പറയാതെ പിന്നെയും അങ്ങയുടെ സലാം കിട്ടാൻ വേണ്ടി കാത്തിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടുകാരൻ അവരുടെ ഹൃദയത്തിലുള്ള സ്നേഹവും ബഹുമാനവും കൊതിയും അങ്ങ് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടിമപ്പെണ്ണിന് വേണ്ടി റെക്കമെൻഡ് നടത്താൻ, ശഫാത്ത് ചെയ്യാൻ കടന്നു വന്നതാണ്. ഈ വീട്ടുകാരൻ ചോദിച്ചു, എന്തേ നിങ്ങളുടെ അടിമപ്പെണ്ണിന്റെ കയ്യിൽ
നിങ്ങൾ 2 രൂപ കൊടുത്തയച്ചിരുന്നില്ലേ? അത് നഷ്ടപ്പെട്ട കാരണത്താൽ അത് തടയാൻ വേണ്ടി ഒരല്പം സമയം അങ്ങാടിയിൽ ചെലവഴിച്ച കാരണത്താൽ അവൾ ഇങ്ങോട്ട് എത്താൻ അല്പം വൈകിയതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനവളെ വഴക്ക് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നബിയേ, ശഫാഅത്ത് ചെയ്യാൻ എന്റെ വീട്ടിലേക്ക് ഈ പാവപ്പെട്ട അടിമക്ക് വേണ്ടി അങ്ങ് കാൽനടയായി നടന്നു വരികയോ? ഇല്ല നബിയേ, ഇത് ഇനി അടിമയല്ല, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവളെ ഞാൻ സ്വതന്ത്രയാക്കിയ റസൂലല്ലാഹ് എന്ന് ആ മനുഷ്യനങ്ങ് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സ്നേഹം കൊണ്ട് ചിരിക്കുകയാണ്. ആ പെണ്ണൊരുത്തി ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സാണ്. ആ മനസ്സൊന്ന് ആദ്യം വായിക്കുക. അവരുടെ മനസ്സാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യനെ ദുന്യവിയായാലും ഉഖ്റവിയായാലും രക്ഷപ്പെടുത്താനുള്ള റസൂലുള്ളാഹിന്റെ തേട്ടം ആ ഹബീബായ മുഹമ്മദ് മുസ്തഫ. വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വേദനിപ്പിക്കുക. നമ്മളിങ്ങനെ കുറേ ആൾക്കാർ, കുറേ കുട്ടികൾ എന്നോട് ഈ വിഷയം കണ്ടിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ എങ്ങനെ റസൂലുള്ളാഹിനെ വേദനിപ്പിക്കണമെന്ന് വെച്ച്. ത്വായിഫിൽ വേദനിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്, മുശ്രിക്കുകൾ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ എന്താ വേദനിപ്പിക്കണം, ഇപ്പം എന്താ ഇവർ ഈ വിഷയം വെച്ചതെന്ന് അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. ആ വിഷയം വെച്ചത് വളരെ വളരെ സൈക്കോളജിക്കലായിട്ടാണ്. കാരണം എന്താ അറിയോ, റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ വേദന എന്തായിരിക്കും? ശ്രദ്ധിക്കണം സാർ, ഹബീബായ മുഹമ്മദ് മുസ്തഫ പോരാ, സ്വലാത്ത് നടക്കും. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ इस आस पे जीता हो, कह दे कोई आखिर, चल तुझको मदीने में अल्लाह बुलाता है, अल्लाह खजानों के मालिक है नबी सरवर, अल्लाह खजानों के मालिक है नबी सरवर, इस आस पे जीता हो, कह दे कोई आखिर, चल तुझको मदीने में अल्लाह बुलाता है, अल्लाह खजानों के मालिक है नबी सरवर, अल्लाह खजानों के मालिक है नबी सरवर. ഈ ലോകത്തിന്റെ അധിപൻ അല്ലാഹുവാണ്. സകലത്തിന്റെയും നിയന്ത്രണം അവനിലാണ്. എല്ലാത്തിന്റെയും ഉടമസ്ഥനും അവനാണ്. പക്ഷെ സർവജ്ഞനായ അല്ലാഹുവിന്റെ ഖജനാവിന്റെ ഭണ്ഡാരത്തിന് ഒരു താക്കോൽ സൂക്ഷിപ്പുകാരനുണ്ടെങ്കിൽ ആ അംബാസിഡറാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ വേദന മുസ്തഫ നബിക്ക് കല്ലേറ് കൊള്ളലല്ല, അള്ളാഹിന്റെ റസൂലിന് വെട്ടുകൊള്ളലല്ല, അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കലല്ല, അള്ളാഹിന്റെ റസൂലിനെ പരിഹസിക്കലല്ല. അത് അബൂജാഹിൽ നടത്തിയിട്ടുണ്ട്, അത് ഉത്ബത്ത് ചെയ്തിട്ടുണ്ട്, അത് ശൈബത്ത് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ത്വായിഫുകാർ അതിൽ മാർക്കെടുത്തിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? ഒരു മനുഷ്യൻ ഈമാനില്ലാതെ മരിക്കലാണ്. ഇത് മനസ്സിലാക്കിയ ഈ സംശയം തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ കല്ലെടുത്ത് ഒരുപാടാണ്ട് എറിഞ്ഞു, അത് വേദനിപ്പിക്കലാണ്. പക്ഷെ അതിനേക്കാളും വലിയ വേദനിപ്പിക്കൽ എന്താ അറിയോ? ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ സിനിമ കണ്ടാൽ അത് ഈ കല്ലെറിനേക്കാളും വലിയ വേദനയാണ്. അപ്പം നിങ്ങൾ പറയും, നമ്മളിപ്പോൾ സിനിമ കണ്ടാൽ റസൂലുള്ളാഹി അറിയുമെന്ന്. ഇപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ സിനിമ കണ്ടാൽ ഇന്ന് രാത്രി മദീനയിൽ വീരം കിട്ടും. ഇന്നാലിന്ന പാൻ്റ് ഇട്ട, ഇന്നാലിന്ന കുപ്പാട്ട, ഇന്നാലിന്ന പുരയിൽ ഇന്ന വാപ്പാൻ്റെ ഇന്ന പേരുള്ള ഇന്ന മോന് ഇന്ന സ്ഥലത്ത് തിയേറ്ററിൽ കയറിയിട്ട് ഇന്ന പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പുത്തൻതാണിയിൽ ഇന്ന തിയേറ്റർ പുത്തൻതാണിയിൽ ഞങ്ങളെ എന്താ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട ആരെങ്കിലും. കാരണം ഇത് ഏതായാലും മുപ്പര് പറഞ്ഞ് വിജയിപ്പിക്കുക എന്നുള്ളവർക്ക് ഇനി ഉണ്ടാക്കണ്ട. ഏതോ ഉള്ള സ്ഥലം അവിടെ ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മദീനയിൽ വിവരമെത്തും. ഇത് പുത്തനത്താനും സിനിമയും തിയേറ്ററും. പിന്നെ ഇടയ്ക്ക് തങ്ങളോട് ചോദിച്ചത് എൻ്റെ വക, തത്വം പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി പറയുകയാണ്,
ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഹദീസ്, മാ മിൻ മുസ്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹിസ്സലാം. എന്താണ് ഹദീസിന്റെ വിവക്ഷ? മഹാനായ ഇബ്നു ഹജർ ഹൈതമി വിശദീകരിക്കുകയാണ്. ഫതാവൽ കുബ്രയിൽ പറയുന്നു, അതിൻ്റെ യഥാർത്ഥ വിവക്ഷ നമ്മൾ നേരെ അർത്ഥം വെക്കുന്നത് പോലെയല്ല അതിൻ്റെ ഉദ്ദേശം എന്നാ. നേരെ അർത്ഥം വെച്ചാൽ നമ്മൾ ആരെങ്കിലും ഒരു സലാം പറഞ്ഞാൽ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല റൂഹ് അങ്ങോട്ട് കൊടുക്കും, പിന്നെ സലാം കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ തിരിച്ചെടുക്കും. ഇങ്ങനെ ആകുമ്പോൾ റസൂൽ അള്ളിയും കൂടി ഇങ്ങനെ കുട്ടികളെ റിങ്ങിട്ട് കളിക്കും പോലെ ആയിരിക്കും. പിടിച്ചോ 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 പിടിച്ചോ. ചില അർത്ഥം വെക്കൽ അങ്ങനെയാണ്. അത് സലാം പറയുമ്പോൾ ഇട്ട് കൊടുക്കല്ലേ എന്ന്. കുട്ടി സലാം ഇല്ലാത്ത സമയം ഏതാ റൗലയിൽ, പിന്നെ തിരിച്ചെടുക്കാൻ സമയം വേണ്ടേ? അല്ല, റൗലയിൽ പോയിട്ട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് ഒരു 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 ഒഴുക്ക്, ഒരു ഘോഷയാത്ര, ഒരു പ്രകടനം, റൗലയിലേക്ക് സ്നേഹത്തിന്റെ ഒരു റാലി, സ്നേഹത്തിന്റെ ഒരു പ്രവാഹം, സ്നേഹത്തിന്റെ കൊടുങ്കാറ്റ്, സ്നേഹത്തിന്റെ പേമാരി ഇല്ലാത്ത സമയപ്പോഴാ. അപ്പൊ തിരിച്ചെടുക്കാൻ സമയമുണ്ടോ? അങ്ങനെ അർത്ഥം വെച്ചാലേ ഞാൻ പറയുന്നത്. അല്ല, എന്താണ് അതിന്റെ ഉദ്ദേശം? ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർസഖയായ ലോകത്താണെങ്കിലും ദുന്യാവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ബോധം കൊടുത്തിരിക്കുന്നു, അറിയാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു 10 സലാത്ത് ചൊല്ലിയാൽ അത് ഈ സമയത്ത് അറിയാൻ. ഇതാണ് ഈ ഇരുത്തത്തിന് ഏറ്റവും വലിയ സുഖം. ഇപ്പൊ ഈ സദസ്സ് മൊത്തം റൗളയിൽ നിന്ന് അറിഞ്ഞു മുഹമ്മദ് മുസ്തഫ. സുഖല്ലേ? നമ്മൾ ഇരിക്കണം, എന്നിട്ട് റസൂലുള്ളാഹിക്ക് മലക്കുകളെ വിവരം കൊടുക്കുകയാണ്. ഓരോരുത്തരിക്കണ സീറ്റും നമ്പറും മണിക്കൂറും അവർ ചെല്ലുന്ന സ്വലാത്തും ഹൃദയത്തിൻ്റെ ആവേശമൊക്കെ പറഞ്ഞിട്ട് അളന്നിട്ട് മലക്കുകൾ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട് രാത്രിയിൽ ആ പന്തലിൻ്റെ ഉള്ളിൽ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നെളർ ഈ സദസ്സിലേക്ക് ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമയും പറയും, നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫാക്കി തരട്ടെ. ഒരുപാട് പ്രയാസമുള്ള ആളുകളുണ്ട്, എന്നോട് ദ്വാരക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്, വിളിച്ചു പറഞ്ഞവരുണ്ട്, വന്നിറങ്ങിയപ്പോൾ പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ, പേരെനിക്കറിയില്ല, പക്ഷെ എനിക്കറിയാം, അസുഖം എനിക്കറിയാം, കൊടുത്തോ നീയാണ്. ഹബീബിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്കുള്ള എല്ലാ അസുഖങ്ങളും, ശാരീരികമാട്ടെ മാനസികമാട്ടെ, എല്ലാം നീ ശിഫിയാക്കി തരണേ റബ്ബേ. മാറാവ്യാധികളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നമ്മളെ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ രക്ഷപ്പെടുത്തണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ, ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അപ്പൊ റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കല്ലേറ് വേണ്ട. അള്ളാന്റെ റസൂലിനെ ഇന്നും വേദനിപ്പിക്കും നമ്മള്. നിങ്ങളാരെങ്കിലും ഗീബത്ത് പറഞ്ഞാൽ, നിങ്ങളാരെങ്കിലും സിനിമ കണ്ടാൽ, നമ്മളാരെങ്കിലും തെറ്റ് ചെയ്താൽ, മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലൈഹി ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹി. സലാം മാത്രമല്ല, തുറദു അലൈഹി അമാലുക്കും, നിങ്ങൾ എവിടെ വെച്ചുകൊണ്ട് എന്ത് പ്രവർത്തനം ചെയ്താലും മദീനയിൽ ഞാൻ അത് അറിയുന്നുണ്ട്, എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇൻ റഅയ്തു ഫീഹാ ഖൈറൻ, ഞാൻ അതിൽ ഖൈർ കണ്ടാൽ ഹമിദുല്ലാഹ്, ആ നന്മ പ്രവർത്തിച്ചവരുടെ ഖൈർ ഞാൻ കണ്ടാൽ സന്തോഷം കൊണ്ട് റൗളയിൽ കടന്നുകൊണ്ട് ഞാൻ അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മത്തിലെ ഇന്നാലിന്നവൻ ഇന്നാലിന്നവള് 10 സലാത്ത് ചൊല്ലി വാളിന് പങ്കെടുത്തു, മദ്ഹിന് പങ്കെടുത്തു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, അള്ളാന്റെ ദീനിന് വേണ്ടി സദഖ നൽകി, പരിശുദ്ധമായ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അധ്വാനിച്ചു, കട്ടപ്പെട്ടു, ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ശരീരം മറന്നുകൊണ്ട് പ്രവർത്തിച്ചു, വിശുദ്ധമായ ഖുർആനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആഖിറസമാനിൽ സമസ്ത വിളിച്ചപ്പോൾ സകലതും മറന്നുകൊണ്ട് ഓടിപ്പോയി, പാതിരാവിൽ ഒട്ടിച്ചൊട്ടിക്കുന്നു, പാതിരാവിൽ പ്രചരണം നടത്തുന്നു, ഈ ശരീഅത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുബ്ബിന് വേണ്ടി ഓടിക്കളിക്കുന്നു. എല്ലാം റൗദയിൽ കടന്നറിയുന്ന ഹബീബേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, എന്നെ കേൾക്കുന്ന ഉമ്മ, നിങ്ങൾ പാതിരാവിന്റെ ഉള്ളറയിൽ എണീറ്റ് നിസ്കരിച്ചാൽ, നിങ്ങൾ സലാത്ത് ചൊല്ലിയാൽ, നിങ്ങൾ സലാം പറഞ്ഞാൽ അത് നേരെ ചൊവ്വേ തടസ്സമില്ലാതെ ഡയറക്റ്റായി പിടിച്ചെടുക്കുന്ന ഹബീബാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ പറഞ്ഞതല്ല, മുത്തനബി പറഞ്ഞതാണ്. അതേസമയം നിങ്ങൾ വീടിന്റെ അകത്തളത്തിൽ വെച്ചുകൊണ്ട് സിനിമ കണ്ടാൽ, സീരിയൽ കണ്ടാൽ,
കോമഡി നോക്കി യന്ത്രമായ മൊബൈൽ കൊണ്ട് അന്യപുരുഷന്മാരോട് പാതിരാവിൽ പ്രണയ സല്ലാപത്തിലോട് ഞിഞ്ഞിഞ്ഞിൻ കിന്നാരം പറഞ്ഞാൽ അന്യപുരുഷന്മാരിലേക്ക് ശരീരത്തിന്റെ മാർദ്ദളമായ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നെഞ്ചും മുഞ്ചും കാണിക്കുന്നത് ഒരു ഫാഷനാക്കി ഹോബിയാക്കി നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ വേദനയുടെ ഊക്കുകൊണ്ടല്ലാന്റെ റസൂൽ നേരത്തെ ദുആ ചെയ്തു, അങ്ങനെയുള്ള പെങ്ങന്മാരെ ഞാൻ കാണാതിരിക്കട്ടെ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതാണ് വേദനിപ്പിക്കൽ. അപ്പൊ നിങ്ങള് കല്ലെടുത്തെറിയാന്ന് കൂട്ടണ്ട, എന്നും നമ്മൾ വേദനിപ്പിക്കും തെറ്റ് ചെയ്താൽ. നിങ്ങൾ ചിന്തിക്കും, ഈ വേദന പലർക്കും പല രൂപത്തിലാണല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ആക്സിഡൻറ്റിൽ, ബൈക്ക് ആക്സിഡൻറ്റിൽ എല്ല് പൊട്ടി എന്ന് നമ്മൾ കേട്ടാൽ, ഏതോ ചെറുപ്പക്കാരനാണ് എല്ല് പൊട്ടി എന്ന് കേട്ടാൽ നമുക്ക് വേദന ഉണ്ടാവും. ഒരു മനുഷ്യസ്നേഹമുള്ള ആൾക്ക്, കരൾച്ചോരുള്ള ആൾക്ക് ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും. പക്ഷേ ആ പ്രയാസം വാപ്പ കേട്ടാൽ കുറച്ച് കൂടുതലുണ്ടാവും, ഉമ്മ കേട്ടാൽ അതിനേക്കാളുണ്ടാവും, പെണ്ണുങ്ങളും കുട്ടികളും കേട്ടാൽ ഒന്ന്. അപ്പോൾ ഒരാൾക്ക് സംഭവിക്കുന്ന മുസീബത്ത് കാരണത്താൽ വേദന ആകുന്ന ആളുകളിൽ പലതും പല രൂപത്തിൽ. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണമെന്ന് നമ്മൾ കേൾക്കലുള്ളൂ. അല്ലേ റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന്. എന്നാൽ ഒരു കാര്യം കേൾക്കണോ, ഇതിനേക്കാളൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. നമ്മൾ സാധാരണ റബീഉൽ കുട്ടികൾ പറയല് നമ്മൾ കേൾക്കലെന്താ, ബാപ്പനേക്കാളും ഉമ്മയേക്കാളും സ്വന്തം ശരീരത്തിനേക്കാളും മുത്തനബിയെ സ്നേഹിക്കണമെന്നാ. അപ്പോൾ ആൾക്കാർക്കൊന്നും എന്താ പത്ര സ്നേഹിക്കാനെന്ന്. അതിനൊരു കാരണം എന്താ അറിയോ, അതിനേക്കാൾ നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കണ്ടേ. ഇങ്ങോട്ട് സ്നേഹിക്കുന്നവർക്ക് സ്നേഹം അങ്ങോട്ടും കൊടുക്കണ്ടേ. അല്ലാത്ത മനുഷ്യനാണോ? ഒരാൾ എങ്ങോട്ട് സ്നേഹിച്ചാൽ സ്നേഹം അങ്ങോട്ടും വേണ്ടേ. സ്വന്തം വാപ്പയേക്കാൾ, വാപ്പ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ, ഉമ്മ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ, ഭാര്യ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ, മക്കൾ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മെ നെഞ്ചിലേറ്റി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയെങ്കിൽ നമുക്കൊരു ബൈക്ക് ആക്സിഡന്റ് വന്നാൽ നമ്മുടെ വാപ്പാക്ക് എത്ര മനപ്രയാസം ഉണ്ടാവും, ഉമ്മാക്ക് എത്ര മനോവേദന ഉണ്ടാവും, ഭാര്യയ്ക്ക് എത്ര ക്ലേശം ഉണ്ടാവും. അതിനേക്കാൾ നമ്മുടെ ശരീരത്തിനൊരു ചതവ് പറ്റുമ്പോൾ പ്രയാസമുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ. ആ ശരീരത്തിനൊരു ചതവ് പറ്റിയാൽ പ്രയാസപ്പെടുന്ന ആളാ മുഹമ്മദ് മുസ്തഫ. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു പനി പിടിച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ജമാഅത്ത് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ജമാഅത്തിനെ കാണാത്ത ത്വൽഹത്തിനെ അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു, നബിയേ പനി പിടിച്ച് കിടക്കുകയാണ് യാ റസൂലല്ലാഹ്. ജമാഅത്ത് അങ്ങ് കഴിഞ്ഞപ്പോൾ ത്വൽഹയെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങുകയാണ്. ഇറങ്ങി ത്വൽഹയെ പോയി കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയപ്പോ ത്വൽഹ അങ്ങ് ഉറങ്ങുകയാണ്. വീട്ടുകാരെ ഉണർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ അള്ളാന്റെ റസൂൽ തടഞ്ഞു. ആ മനസ്സ് നിങ്ങൾ വായിക്കണോ. റസൂലുള്ള പറഞ്ഞു, ഉറക്കിൽ നിന്ന് ശല്യപ്പെടുത്തണ്ട, ത്വൽഹ നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ. ഇത് ത്വൽഹയുടെ ദുനിയാവിലെ അവസാനത്തെ ഉറക്കമാണ്. ഇനി ത്വൽഹക്ക് ദുനിയാവിൽ ഉറക്കമില്ല. അതുകൊണ്ട് ഉണർന്നാൽ എന്നെ അറിയിച്ചാൽ മതി. ഈ അവസാനത്തെ ഉറക്കം നിങ്ങൾ ശല്യപ്പെടുത്തണ്ട. ഇനി ത്വൽഹ മരണത്തിലേക്ക് നടക്കുകയാണ്. ഇനി ദുനിയാവിൽ ത്വൽഹക്ക് ഉറങ്ങാൻ കഴിയൂല. അതുകൊണ്ട് ഈ ഉറക്കം അങ്ങ് കഴിഞ്ഞാൽ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂൽ തിരിച്ചു പോവുകയാണ്. ത്വൽഹ ഞെട്ടി ഉണരുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ വന്നു പോയതുപോലെയുള്ള മഹബത്തിന്റെ ഊക്ക് കൊണ്ട് ആ സുഗന്ധം വാസനിച്ചെടുത്ത ത്വൽഹ ചോദിച്ചു, അള്ളാന്റെ റസൂൽ ഇവിടെ വന്നിരുന്നോ? വീട്ടുകാരെ പറഞ്ഞു, അതെ വന്നിരുന്നു. ത്വൽഹ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തേ എന്നെ ഉണർത്താതിരുന്നത്? എന്റെ ഹബീബിനെ കാണാൻ എന്തോ നിങ്ങൾ എന്നെ ഉണർത്താതിരുന്നത്? വീട്ടുകാര് പറഞ്ഞു, നിങ്ങളെ ഉണർത്താതിരുന്നത് എന്താണെന്നറിയോ? അത് മുസ്തഫ നബി തടഞ്ഞതാണ്. അത് മുസ്തഫ നബി തടഞ്ഞതാണ്. അത് മുസ്തഫ നബി തടഞ്ഞതാണ്. പാതിരാവിൽ ഉണർന്ന ത്വൽഹ, ആ ത്വൽഹ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള കൊതി കൊണ്ട് കരഞ്ഞുകൊണ്ട് വീട്ടുകാരോട് വിളിച്ചുണർത്താത്തതിന്റെ പരാതി പറഞ്ഞപ്പോ വീട്ടുകാര് പറഞ്ഞു, തടുത്തതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സമയത്ത് വീട്ടുകാര് പറഞ്ഞു, ത്വൽഹത്തേ വിഷമിക്കണ്ട,
ഞങ്ങൾ റസൂലുള്ളാഹിനെ പോയി വിളിച്ചു വരാ. ആ സമയത്ത് കാണാൻ എത്ര അത്യാർത്തി ഉണ്ടാകും. എന്നാലും ത്വൽഹ പറഞ്ഞു, ഇപ്പോൾ വിളിക്കണ്ട, രാത്രിയാണേ, ഞാൻ ഉണർന്നതായ വിവരം അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞാൽ നിങ്ങൾ വിളിക്കാതെ ഇങ്ങോട്ട് വരുന്നതാണ്. ആ സമയത്ത് പാതിരാവിൽ പതുങ്ങി എന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ റസൂലുള്ളാഹിന്റെ കാലിൽ വല്ല കല്ലും തട്ടിയാൽ വല്ല മുള്ളും തറച്ചാൽ അത് ഈ ത്വൽഹാക്ക് സഹിക്കാൻ കഴിയൂല. അല്ല വല്ല ശത്രുക്കളുടെ ഇടയിലും പെട്ടാൽ പിന്നെ ചിന്തിക്കുക പോലും വേണ്ട. അതുകൊണ്ട് ഈ സമയത്ത് പോയി പറയണ്ട. ത്വൽഹ പിന്നീട് മരിക്കുകയാണ്. മരണവിവരം അല്ലാഹുവിന്റെ റസൂൽ അറിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളുടെ വേർപാടിന്റെ ദുഃഖഭാരത്തോടെ വീട്ടിൽ വന്നുകൊണ്ട് ത്വൽഹാനെ കണ്ടുകൊണ്ട് വീട്ടുകാരോട് ചോദിക്കുകയാ, എന്തേ നിങ്ങൾ എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ത്വൽഹ ഉണർന്നിട്ട് എന്നെ എന്തേ രാത്രിയിൽ നിങ്ങൾ വിളിക്കാതിരുന്നത്? വീട്ടുകാര് പറഞ്ഞു, നബിയേ, വിളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, വിളിക്കാൻ വീട്ടിൽ നിന്ന് എണീറ്റതാണ്. പതിരാവിന്റെ ഉള്ളറയിൽ പതുങ്ങി വരുന്ന അങ്ങയുടെ പാദങ്ങളിൽ വല്ല പ്രയാസങ്ങളും മുള്ളുകൊണ്ടോ കല്ലുകൊണ്ടോ തട്ടിപ്പോയാൽ അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞ് വിലപിച്ച കാരണത്താൽ ഞങ്ങൾ വിളിക്കാതിരുന്നതാണെന്ന് പറഞ്ഞപ്പോ തന്നോട് തന്റെ അനുയായിയുടെ കൽബകത്തുള്ള സ്നേഹത്തിന്റെ ആഴവും പരപ്പും വായിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ത്വൽഹാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എങ്കിലോ വേദനിപ്പിക്കുന്ന തീച്ചൂളുകൾക്കിടയിൽ സ്നേഹത്തിന്റെ സാന്ത്വനത്തിന്റെ സമാശ്വാസത്തിന്റെ കുളിർക്കാറ്റായി മദീനയിൽ നിന്ന് തീവ്രമായ അനുരാഗത്തിന്റെ ഓമനിക്കാവുന്ന കഥകൾ പറഞ്ഞു തരാൻ, നമ്മുടെ ഹൃദയങ്ങളെ തഴകിത്തലോടാൻ വേദനിപ്പിക്കുന്ന മനുഷ്യരെ സമാധാനത്തിന്റെ കുളിർക്കാറ്റിന്റെ പേരല്ലയോ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഏത് കാഫിറിനും കാരുണ്യമാണ്, മുഅ്മിനിനും കാരുണ്യമാണ്, മുനാഫിഖിനും കാരുണ്യമാണ്, ഹിന്ദുവിനും കാരുണ്യമാണ്, ക്രിസ്ത്യാനിക്കും കാരുണ്യമാണ്, ബുദ്ധവീക്ഷണക്കാരനും കാരുണ്യമാണ്, ജൈനമതക്കാരനും കാരുണ്യമാണ്, സിഖുകാരനും കാരുണ്യമാണ്, മതമുള്ളവനും കാരുണ്യമാണ്, മതമില്ലാത്തവനും കാരുണ്യത്തിന്റെ കടലാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് നിങ്ങൾ പ്രസംഗത്തിന്റെ അലങ്കാരത്തിന് വേണ്ടി പറഞ്ഞല്ലേ എന്ന് അല്ല. എല്ലാവർക്കും കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് നമ്മളും വേണ്ടത്. എല്ലാവർക്കും കാരുണ്യ വേണ്ടത്. നമ്മളും അങ്ങനെയാണ് വേണ്ടത്. സുബ്ഹാനമഞ്ചല്ല. ഇപ്പൊ സ്ത്രീ പീഡനം എന്ന് പറഞ്ഞിട്ട് മുത്തലാഖിനൊക്കെ ചോദ്യം ചെയ്യുന്ന കാലമാണ്. ഞാൻ പല രൂപത്തിൽ പല സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. മുത്തലാഖ് സത്യത്തിൽ സ്ത്രീ പീഡനമല്ല, പുരുഷ പീഡനമാണ്. എല്ലാ ആളുകളും പുറത്തുനിന്നും കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, ഇത് പുറത്തുനിന്ന് കേൾക്കുന്ന ആളുകളുണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ചോളി. മുത്തലാഖ് വേണമെങ്കിൽ ഭർത്താക്കന്മാരെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞോളൂ. അത് പെണ്ണുങ്ങളെ പീഡിപ്പിക്കലല്ല. എന്തേ? അതിൻ്റെയൊക്കെ നിയമങ്ങളുടെ വശം ഒന്ന് പഠിച്ചു നോക്കി. നിങ്ങളല്ലേ ഞാൻ വേറൊരു സമൂഹത്തെ കണ്ടിട്ടാണ് പറയുന്നത്. കാരണം എന്താ, ഒരാൾ അബദ്ധത്തിൽ തൻ്റെ ഭാര്യയെ, അദ്ദേഹത്തിന് ഭാര്യയെ കൂടെ കിട്ടണോ നിലനിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ദേഷ്യത്തിൽ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, നിന്നെ 3 തലാഖ് ഞാൻ ചൊല്ലിപ്പിച്ചിട്ടു എന്ന് പറഞ്ഞാൽ ഇനി അയാൾക്ക് ഇതൊന്ന് രണ്ടാമത് ഭാര്യ പദവിയിലേക്ക് എത്തിക്കിട്ടാൻ അയാൾ പേരേണ്ട പൊല്ലാപ്പ്, സഹിക്കേണ്ട പ്രയാസം ഫിഖ് പഠിച്ചാലേ മനസ്സിലാവും. അപ്പൊ സത്യത്തിൽ അത് സ്ത്രീ പീഡനമല്ല, പുരുഷ പീഡനമാണ്. ഇത് വായിക്കാൻ കഴിയുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട മേലാണന്മാർക്ക്. അത് വായിക്കണം. അത് പുരുഷ പീഡനമാണ്. പെട്ടെന്ന് ഭാര്യനോട് സ്നേഹം ഉണ്ടായിരിക്കെ പ്രസവോണ്ട് പറയല്ലോ. എന്നോട് ഇവിടെ അടുത്തൊരാൾ വിളിച്ചു വെച്ചിരുന്നു, എൻ്റെ ഭാര്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ 3 തലാഖും ചൊല്ലി പിരിച്ചിട്ടു എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ മസാല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭാര്യ അന്യപെണ്ണായി. അത് ഞാൻ തമാശ പറഞ്ഞാണെന്ന് പറഞ്ഞു. തമാശ പറഞ്ഞാലും അന്യപെണ്ണ് തന്നെയാണ്. തൊലാഖിൻ്റെ വാചകം തമാശ പറഞ്ഞാലും കാര്യത്ത് പറഞ്ഞാലും അന്യപെണ്ണായി എന്നാണ്. അപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞു, അങ്ങനെ പറയില്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് ഒപ്പിച്ചേരി എന്ന് പറഞ്ഞു മൂപ്പർ. ഞാൻ പറഞ്ഞത് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കല്ല പറഞ്ഞു. ഇത് ദീനിൻ്റെ മസാലയാണ്, ഒപ്പിക്കാൻ പറ്റൂല. അത് ഐസ്ക്രീം ചാറ്റി കൊടുക്കല്ല. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ദേഷ്യം പിടിച്ചിട്ട് അബദ്ധത്തിൽ പറയാ, പിന്നെ തോന്നും തിരിച്ചെടുത്താലോ എന്ന്.
അങ്ങനത്തെ ആളുകൾക്ക് ഈ മുത്തലാഖുണ്ടല്ലോ അത് ദുന്യാവിൽ സഹിക്കേണ്ട ഏറ്റവും വലിയ മാറാപ്പ. കാരണം ഈ പെണ്ണിന് രണ്ടാമത് ഇവൻ്റെ ഭാര്യയെ കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? വേറെ ആൾ കല്യാണം കഴിക്കണം. ആ നീയത്തിൽ കല്യാണം കഴിക്കല്ല. സ്വാഭാവികമായിട്ട് ഈ പെണ്ണിന് മറ്റൊരാൾ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു, അയാൾക്ക് തോന്നിയിട്ട് ആൾ തൊലാക്കല്ലിയെന്ന് കൂട്ടുക. ആ തൊലാക്കൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇദ്യം കഴിഞ്ഞിട്ട് ഇനി ഇയാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത് പുരുഷ പീഡനമല്ലേ? ഇത് സ്ത്രീ പീഡനാണോ? ഹുക്കുമല്ല. ഹിക്മത്ത് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഹുക്കുമിന് ഹിക്മത്തുണ്ടത് വായിക്കണം. അപ്പോഴേ അല്ലെങ്കിൽ ഈ മുത്തലാഖ് എന്തിനാ മുമ്പിലിട്ടുകണ നിങ്ങൾ? ഈ മുത്തലാഖ് മുമ്പിലിട്ട വികാര ജീവികളെ സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ടാണ്. അല്ലാതെ എന്താ ശരീഅത്തിൽ വിവാദമുള്ള എന്തെല്ലാം കാര്യമുണ്ട്? മുത്തലാഖ് മാത്രമാണോ ഇവിടെ വിവാദമുള്ളത്? മുത്തലാഖ് മാത്രമാണ് വിവാദം. മുത്തലാഖും ബഹുഭാര്യത്വം പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്ന് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന കുറെ ഭ്രാന്തജീവികളെ കിട്ടും. അതുകൊണ്ടാണ്. വേറെ വിഷയമില്ലാത്തതുകൊണ്ടാണോ? മുത്തലാഖ് ഇങ്ങനെ ഇട്ടിട്ട് ആ ഓലപ്പാമ്പിട്ട് ഇങ്ങനെ ഇളക്കിയാൽ കുറച്ച് വികാര ജീവികൾ ഞങ്ങൾ ഒപ്പുണ്ട് എന്ന് പറയും. അതിനാണ് ഇത് രംഗത്തിട്ടിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമയും പറയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ മൂർച്ചയുള്ള ഏക സിവിൽ കോഡിന്റെ ഈർച്ചവാള് ഈ മതത്തിന്റെ മൂർധാവിൽ നിന്ന് അതിന്റെ മൊനയടക്കം അള്ളാഹു അത് രംഗത്ത് കൊണ്ടുവന്ന ആളുകൾക്ക് തന്നെ അള്ളാഹു തല പിൻവലിക്കാനുള്ള ബോധം നൽകി ഈ സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വിഷയം അതല്ല, പക്ഷെ സാന്ദർഭികമായ കാര്യങ്ങൾ ഏത് വിഷയത്തിന്റെ ഇടയിലും ഒന്ന് പരാമർശിക്കണമല്ലോ. എന്നാൽ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, ഏത് പ്രയാസങ്ങളുടെയും വേദനകളുടെയും പ്രകോപനങ്ങളുടെയും ഏത് പ്രതിബന്ധങ്ങളുടെയും ഏത് എതിർപ്പുകളുടെയും പ്രതികരണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഏത് നുണച്ചാക്കിന്റെയും പണച്ചാക്കിന്റെയും തിണ്ണ ഭണ്ണഫലം കൊണ്ട് ഈ സമൂഹത്തിന് നേരെ കാർക്കിച്ചു തുപ്പുന്ന എല്ലാ ശത്രു വിഭാഗങ്ങൾക്കിടയിലും സ്നേഹിക്കാൻ തിരിഞ്ഞു നോക്കാൻ നമുക്കൊരത്താണിയുണ്ട്. തിരിഞ്ഞു നോക്കാൻ നമുക്കൊരു സ്നേഹത്തിന്റെ പട്ടണമുണ്ട്. തിരിഞ്ഞു നോക്കാൻ നമുക്കൊരു ആലംബമുണ്ട്. തിരിഞ്ഞു നോക്കാൻ നമുക്കൊരു അവലംബമുണ്ട്. അത് നബിയുനാ മുഹമ്മദ് മുസ്തഫ. മദീന തുടങ്ങുന്നത് മീമ് കൊണ്ടാണ്. മഹബത്ത് തുടങ്ങുന്നത് മീമ് കൊണ്ടാണ്. മുഅ്മിൻ എന്ന വാക്ക് തുടങ്ങുന്നത് മീമ് കൊണ്ടാണ്. മനുഷ്യൻ എന്ന വാക്ക് തുടങ്ങുന്നത് മീമ് കൊണ്ടാണ്. അത് ഇംഗ്ലീഷിൽ മാൻ എന്ന് പറഞ്ഞാലും മീമ് കൊണ്ടാണ്. അത് അറബിയിൽ മർ എന്ന് പറഞ്ഞാലും മീമ് കൊണ്ടാണ്. അത് സംസ്കൃതത്തിൽ മർത്യൻ എന്ന് പറഞ്ഞാലും മീമ് കൊണ്ടാണ്. മണിതൻ എന്ന് പറഞ്ഞാലും മീമ് കൊണ്ടാണ്. മനുഷ്യനെന്ന് പറഞ്ഞാലും മീമ് കൊണ്ടാണ്. മഹബത്തും തുടങ്ങുന്നത് മീമ് കൊണ്ടാണ്. അതിന്റെ കേന്ദ്രമായ മദീന തുടങ്ങുന്നതും മീമ് കൊണ്ടാണ്. അതുകൊണ്ട് അത്ഭുതമേ, അത്ഭുതങ്ങളുടെ അത്ഭുതമേ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച പോലെയുള്ള വേദന പ്രയാസം ഈ ലോകത്ത് ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. മൂസാ അലൈഹി സ്വലാം അനുഭവിച്ചിട്ടുണ്ട്. ഫിറഔന്റെ കിരാതമർദ്ദനങ്ങൾ ഈസാ നബി അലൈഹി സ്വലാം അനുഭവിച്ചിട്ടുണ്ട്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്രൂദിന്റെ തീക്കൂടാരത്തിൽ കടന്നിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാം അനുഭവിച്ച എല്ലാവരും വിളിച്ചിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നർക്ക പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിനിടയിൽ നിന്ന് ഈ ലോകത്ത് വെച്ചുകൊണ്ട് അനുഭവിച്ച മർദ്ദനങ്ങളും പീഡനങ്ങളും അക്രമങ്ങളും പരിഹാസങ്ങളും പ്രകോപനങ്ങളും ഈ സമൂഹത്തിൽ നിന്ന് മനുഷ്യവിഭാഗത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദണ്ഡന താടന പീഡനങ്ങൾ അത് അസഹ്യമാണ്. ഏതൊരു ഭാഷയിലും അതിന്റെ കൃത്യമായ ആഴം അളന്നുകൊണ്ട് മുറിച്ചു തരാൻ ഒരക്ഷരങ്ങളും എത്ര വലിയ സാഹിത്യകാരൻ പരതിയാലും കാണൂല. അത്രമേൽ ശക്തമായ പീഡനങ്ങളുടെ കരാള ഹസ്തങ്ങളിൽ കടന്ന് എന്നിട്ടും ഈ സമൂഹത്തെ അതിനിടയിൽ നിന്ന് സ്നേഹിച്ചുകൊണ്ട് തീറ്റിപ്പോറ്റിയ മുഹമ്മദ് മുസ്തഫ എത്രയാ. ഞാനൊരു ചെറിയ ഉദാഹരണം, അത് പലപ്പോഴും നിങ്ങൾ ഒരു പക്ഷേ ചെറിയ കുട്ടികളിൽ നിന്നെങ്കിലും കേട്ട് കാണും. പക്ഷെ ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്നു കൊണ്ട് മദീനയിൽ ഒന്ന് കറങ്ങി തിരിച്ചു വരാൻ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു തഫ്സീറിന്റെ കിതാബ് എടുത്ത് നോക്കിയപ്പോൾ ഈ ചരിത്രം എൻ്റെ കണ്ണിൽ പതിയുകയാണ്. നേരത്തെ അറിയുന്ന ചരിത്രമാണ്, നേരത്തെ കേട്ട ചരിത്രമാണ്. പക്ഷെ ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹ്
അത് വിവരിച്ചത് താളുകളിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. എനിക്ക് തോന്നി ഇവിടെ ഒന്ന് പറയാൻ. എത്രയാണ് മനുഷ്യരാശിയിൽ നിന്ന് അള്ളാന്റെ റസൂൽ നേരിടേണ്ടി വന്ന വേദനകള്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആമുൽ ഹുസൻ എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. അത് റസൂലുള്ളാന്റെ മക്കയിലുള്ള പ്രബോധന ജീവിതത്തിന്റെ അവസാനത്തെ കാലങ്ങളിൽ ഒന്നാണ്. ആമുൽ ഹുസൻ എന്ന് വിളിക്കപ്പെടാൻ കാരണം ആ കൊല്ലത്തിലാണ് ഖദീജത്തുൽ കുബ്ര ഒരു 3 സലാത്തൊന്ന് ഉറക്ക ചൊല്ലി. ഇതിൻ്റെ ഇടയിൽ സലാത്ത് മറക്കരുത്, ഉറക്ക ചൊല്ലി. ഇതൊരു മഹബത്തിൻ്റെ രാത്രിയാണ്. ഉറക്ക ചൊല്ലി, ഉറക്കം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. നമ്മളിങ്ങനെ മദ്ഹ് സ്വലാത്ത് അതിൻ്റെ ഹരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വൈകാതെ അത്യപരിസ്ഥാൻ കൊണ്ട് കയറി വരിക. എന്നിട്ട് ദുആക്ക് ഇജാബത്തുള്ള മഹാനായ സൂഫി ഈ സദസ്സിലുകൊണ്ട് കൈ ഉയർത്തിയിട്ട് ദ്വാരക്കുക. ഇനി നമുക്ക് വലിയ ധൈര്യമല്ലേ. അൽഹംദുലില്ലാ, ഇവിടെ എത്തിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അള്ളാഹു ഭാരങ്ങൾ ഇറക്കിച്ച് പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. ഖൽബും ശരീരവും അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു തഖ്വയുടെ ഊർജ്ജം അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയും അബൂ ത്വാലിബും ഒരേ കൊല്ലത്തിലാണ് ഇവിടെ പറഞ്ഞത്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഇനി ഹുബ്ബുള്ള ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും ഒരു ഗംഭീരമായ വാള് രൂപത്തിൽ ഞാൻ അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എൻ്റെ ഈ അക്ഷരങ്ങൾക്കുള്ളിൽ മഹബത്തിൻ്റെ കുളത്ത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കൂടെ സഞ്ചരിക്കണം. എന്നാൽ നമുക്കിവിടെ ഇരുന്നതിൽ നിന്ന് മുതലാവും ഇൻഷാ അല്ലാഹ്. ഈ ഒരു കൊല്ലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 അത്താണിയാണ് പോയത്. ഒന്ന് വീട്ടിൽ വന്നാൽ ആശ്വസിപ്പിക്കുന്ന സഹധർമ്മിണി, മറ്റൊന്ന് പുറത്ത് ശത്രുക്കളിൽ നിന്ന് പലപ്പോഴും രക്ഷപ്പെടാൻ വലിയൊരു പരിചയമായിരുന്നു അബൂ താലിബ്. അവർ രണ്ടാളും ഒരേ കൊല്ലത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. മർദ്ദനങ്ങളും പരിഹാസങ്ങളും പുറത്തിറങ്ങിയാൽ ആക്ഷേപവും പരിഹാസവും അവമതിക്കലും ചവിട്ടും തുപ്പും കാർക്കിച്ചു തുപ്പലും ഇതിനായിട്ട് ആളുകൾ ഇങ്ങനെ ഒരുങ്ങിക്കുന്ന സമയത്ത് ഈ 2 ആളുകളാണ്ട് പോയപ്പോൾ വല്ലാത്ത പ്രയാസം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയൊരു പ്രതീക്ഷയായി. ത്വായിഫിൽ കുറേ കുടുംബക്കാരുണ്ട്. ഒരു നാട്ടിൽ നിന്ന് കുടുംബക്കാർ വല്ലാതെ ചീത്ത പറഞ്ഞ് ആക്രമിച്ച് മുഖത്ത് കാർക്കിച്ച് തുപ്പി കാലുകൊണ്ട് കവിളിന് ചവിട്ടി ഊരക്ക് ചവിട്ടി ആക്രമിച്ചിട്ട് പറഞ്ഞേക്കുമ്പോൾ എൻ്റെ കുടുംബക്കാരെല്ലാവരും കൂടി കൈയൊഴിഞ്ഞ് എന്നെ ചീത്ത വിളിച്ച് എന്നെ അടിച്ചിട്ട് ചോര പൊട്ടിച്ചിട്ട് എന്നെ കണ്ട് നാട് കടത്തിയതാണെന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂലിൻ്റെ ഒരു പ്രതീക്ഷ അല്ല. ത്വായിഫുകാർ കയ്യും കാലും നീട്ടി സ്വീകരിക്കും. എന്നാൽ പൊന്നുമാനെ ഞാണ്ട് പോണ്ട കുട്ടി ഇവിടെ എന്നോളിന്ന് പറയുന്നൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രതീക്ഷയിലാണ് ത്വായിഫിലേക്ക് പോയത്. അള്ളാൻ്റെ റസൂൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി പറഞ്ഞ സന്ദർഭമാണ്. ത്വായിഫിലേക്ക് പോയി. ത്വായിഫിക്ക് പോയപ്പോൾ ഒരഭിപ്രായത്തിൽ ഒറ്റക്കാണ് പോയതെന്നാണ്, ഒരാളും കൂടല്ല എന്നാണ്. ഇവിടുന്ന് പോവാണ്, ഓടുകയാണ്. ഖദീജ ബീവി വഫാത്ത വിഷമം, സ്വന്തം ഭാര്യ, താറൊരു അത്താണി, തണല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്ര സന്തോഷിപ്പിച്ച ഒരു സഹധർമ്മിണി, അവരങ്ങോട്ട് പോവാൻ. പിന്നെ അബൂ താലിബും പോവാൻ. നിക്കക്കള്ളി ഉണ്ടാവില്ലല്ലോ. ത്വായിഫിലെത്തി. എത്തിയപ്പോൾ ആദ്യം പ്രധാനപ്പെട്ട കുടുംബക്കാരൻ്റെ വീട്ടിൽ കയറി. ഉത്തുബത്ത് വീട്ടിൽ കയറിയിട്ട് വാതിൽ മുട്ടിയപ്പോൾ പുറത്തുനിന്നു. അപ്പോൾ ഒന്നായിട്ട് പൊടിയും ഓടിയ പൊടി, ക്ഷീണിച്ച ശരീരം, ചീത്തയും വക്കാണം കേട്ടിട്ട് ടെൻഷനായ മുഖം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ ചെറുത്. എന്തേ? ഞാൻ മക്കയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് പോകുന്നതാണ്. എന്തേ? ഞാൻ അള്ളാൻ്റെ റസൂലാണെന്ന് പറഞ്ഞു. ആ സന്തോഷം ഇപ്പം സ്വീകരിക്കും എന്ന നിലയിലാണ് ഇപ്പോൾ പറയണത്. ഞാൻ അള്ളാൻ്റെ റസൂലാണ്.
അപ്പോൾ എന്താ മൂപ്പര് പറഞ്ഞതരോ, റസൂലാക്കാൻ കണ്ടൊരു സാമാനം. നമ്മൾ സാധാരണ മലയാള ഭാഷ പറഞ്ഞിട്ടല്ലോ സാധനം സാമാനം എന്നൊക്കെ പറയലില്ലേ. അള്ളാന്റെ റസൂലാക്കാൻ വേണ്ടി ഒരു സാധനം വേറെ ആരും കിട്ടിയില്ല. എനിക്ക് അള്ളാഹ്ക്ക് റസൂലാക്കാൻ വേറെ ആരും കിട്ടിയില്ലേ? ഒന്നിനും പറ്റാത്ത അന്നെ കിട്ടിയുള്ളൂ. എത്ര ഉണ്ടാവും ടെൻഷൻ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂലേ? ഇതിനേക്കാൾ വലിയ വേദന ഉണ്ടോ? എന്നാൽ തിരിച്ചു കൊടുത്ത സ്നേഹങ്ങൾ നോക്കൂ, അതിൻ്റെ അവസാനം വരുമല്ലോ. അവിടുന്ന് ഇറങ്ങി, രക്ഷയില്ല. അവിടുന്ന് ഇറങ്ങി. കാരണം ഇയാളെ മുഖം ഇയാളെ സംസാരമൊക്കെ ഒരുപോലെയാണ്. നേരെ രണ്ടാമത്തെ ആളെ പരി പോയി. വാതിൽ തുറന്നു. എന്തേ? കുടുംബക്കാരനല്ല, അറിയല്ലോ അല്ലേ, ഞാൻ മക്കയിൽ നിന്ന് പോകുന്നതാണ്. നിങ്ങൾ കുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞോളി, എന്നാ ജയിക്കുമെന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചോ, ഞാൻ അള്ളാന്റെ റസൂലായിക്കണെന്ന് പറഞ്ഞു. ഇജ് അള്ളാന്റെ റസൂലാ? എടാ, അള്ളാന്റെ റസൂൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ആളുകളല്ലാകുക, സമൂഹത്തിൽ ഒന്നും പറ്റാത്ത ആൾക്കാരെ നബി റസൂലൊക്കെ ആക്കുക. എന്ത് പറഞ്ഞേ ജി? ഇവിടെ വന്നിട്ട് എന്തെങ്കിലും തോന്നിയ പറയാ അള്ളാന്റെ റസൂല് ഇയാവേ, പിന്നെ ഞാൻ എന്തിനാ ജീവിക്കണേ? നീ എങ്ങാനും അള്ളാന്റെ റസൂലായാൽ കാബത്തിന്റെ കില്ല വന്നിട്ട് ഞാൻ പിച്ച് ചെയ്തു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാത്തൊരു പണിയാണ്. കാബത്തെ ബഹുമാനിക്കുന്ന ആളുകളാണ് അവരൊക്കെ. അവരെല്ലാവരും കാബത്തെ ബഹുമാനിക്കുന്നവരാ. അതുകൊണ്ടല്ലോ കാബ ഷരീഫിൻ്റെ ഉള്ളിൽ ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ഒരു പോയിന്റ് മനസ്സിലായിക്കോളി. കാബ ഷരീഫിൻ്റെ ഉള്ളിൽ ബിംബങ്ങൾ കുറേ കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ബിംബങ്ങൾ വെച്ചവരെയോ അതിനെ പൂജിക്കുന്നവരെയോ അള്ളാഹു അദാബിലാക്കില്ല. എന്നാൽ അബ്രഹത്തും ആനപ്പടയും കാബം പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ അദാബിലാക്കുകയും ചെയ്തു. അപ്പം കാബയെ നശിപ്പിക്കാൻ ബിംബങ്ങൾ വെച്ചാൽ പോരെ, അന്ന് എന്ത് ഈ അദാബ് ഇറങ്ങാഞ്ഞെന്ന്? കാരണം കാബത്തിനുള്ളിൽ കൊണ്ടിട്ട് ബിംബം വെക്കുക എന്ന് പറഞ്ഞാൽ കാബയെ നശിപ്പിക്കലല്ലേ. അബ്രഹത്തും കൂട്ടരും കാബയെ പൊളിക്കാൻ വേണ്ടി വന്നു, ആ കാബയുടെ ശരീരം. പക്ഷെ ബിംബം വെച്ച ആ കാബന്റെ റൂഹ് പൊളിക്കലല്ലേ. അപ്പം രണ്ട് സ്ഥലത്തും അദാബ് വേണ്ടേ എന്ന് ഒരു ചോദ്യം പണ്ഡിതന്മാരുടെ ഇടയിൽ ഗ്രന്ഥങ്ങളിൽ, പഴയകാല ഗ്രന്ഥങ്ങളിൽ വന്നപ്പോൾ അതിന് ആരിഫ്യങ്ങൾ കൊടുത്ത മറുപടി എന്താ അറിയോ? അവരന്ന് ബിംബങ്ങൾ വെച്ചത് കാബയെ തരം താഴ്ത്താനല്ല, അവരെ വിശ്വാസത്തിൽ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അബ്രഹത്ത് വന്നത് ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗത്തല്ല, ഈ സാധനം വേണ്ട എന്ന് തരം താഴ്ത്തുന്ന ചിന്തയില്ല. അപ്പം അന്ന് കാബയെ എല്ലാവരും അവരുടെ രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട്. ആ സമയത്ത് കാബയുടെ കില്ല വന്നിട്ട് പിച്ച് ചിന്ത എന്ന് പറഞ്ഞാൽ അത് അബ്രഹത്ത് പോലും ചിന്തിക്കാത്ത കാര്യമാണ്. അതാണ് ഇയാൾ പറയുന്നത്. നീ എങ്ങാനും അള്ളാന്റെ നബിയായാൽ, നീ എങ്ങാനും അള്ളാന്റെ റസൂലായാൽ കാബയെ ആവരണം ചെയ്ത കില്ല വന്ന് ഞാൻ പിച്ച് ചിന്തുമടാ. എത്ര ഉണ്ടാവും ടെൻഷനില്ലേ? അവിടുന്ന് ഇറങ്ങി മൂന്നാമത്തെ ആളെ വിട്ടു പോയി. അയാൾ വെച്ച് എന്തേന്ന് വെച്ചു, ഞാൻ അള്ളാന്റെ റസൂലാണ്, പറയാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഒരു റസൂൽ വന്നിക്കണ്, ആരും മിണ്ടണ്ട കേട്ടോ, മുപ്പരേറ്റ് ആരും മിണ്ടണ്ട. മുപ്പര് പറയാ ആരും മിണ്ടണ്ട, വീട്ടുകാരോട് പറയാ മാറി നാളി റസൂലാണോലോ, തൊടണ്ട. എന്തൊരു പരിഹാസാണല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കേട്ടിരിക്കുക. അപ്പൊ ഇയാളൊരു വിശദീകരണം, എടാ ഈ റസൂലാണെങ്കിലേ ഞങ്ങൾക്കൊന്നും ഇപ്പൊ അന്നേറ്റ് മിണ്ടാൻ പറ്റില്ലല്ലോ, ഈ വലിയ വയസ്സിലല്ലേ, വലിയ ആളല്ലേ. അഥവാ അല്ലെങ്കിലോ ഈ വ്യാജനല്ലേ അന്നേറ്റ് മിണ്ടിനെന്താ കാര്യം, പോയി പണിയൊക്കെ എങ്ങായി എന്നറിയാം. ഈ മൂന്ന് സ്ഥലത്ത് നിന്നും ഒരു മനുഷ്യൻ ആ സമയത്ത് കൊള്ളാവുന്നതിൽ അപ്പുറം ചൊറിഞ്ഞ ചീഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് റസൂലുള്ള അവിടെ നിന്ന് കണ്ട് ഇറങ്ങുമ്പോൾ ഇവരോട് പറഞ്ഞു, പിന്നെ ഞാൻ മക്കത്ത് തന്നെ പോയിക്കോളാം, ഞങ്ങട്ട് തന്നെയാണ് പോകുന്നത്, അവിടുന്ന് സഹിക്കാൻ കഴിയാത്ത ഇങ്ങോട്ട് വന്നത്, ഇവർ ഏറ്റെടുക്കുന്നു വിചാരിച്ചിട്ട്. പക്ഷെ ഇവരോട് പറഞ്ഞു, ഞാൻ മക്കത്ത് തന്നെ പോയിക്കോളാം, പക്ഷെ നിങ്ങൾ എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞ് പരിഹസിച്ച് ആട്ടി വിടുകയാണെന്നുള്ളത് മക്കാർക്ക് വിവരം കൊടുക്കരുത്. വിവരം കൊടുത്താൽ പിന്നെ ഞാനായിട്ട് എത്തിയാൽ അവരെന്നെ ഓരിവെക്കും, എന്നെ കളിയാക്കിയിട്ട് എനിക്ക് നിപ്പിട്ടൂല, നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും എന്നെ ആക്ഷേപിച്ചു, എന്നെ കളിയാക്കി, ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടെന്ന്. പക്ഷെ അത് മക്കാർക്ക് നിങ്ങൾ വിവരം കൊടുക്കരുത് എന്ന് പറഞ്ഞു. കാരണം വിവരം കൊടുത്താൽ അവർ പിന്നെ എന്നെ കടിച്ച് തുപ്പും. അതുകൊണ്ട് ഇത് നിങ്ങളും ഞാനും മാത്രം അറിഞ്ഞാൽ മതി എന്ന് മുഹമ്മദ് മുസ്തഫ. ആ വാക്ക് നിങ്ങൾ ചിന്തിക്കൂ. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സദസ്സ് മൊത്തം ഒരേ രീതിയിൽ കൽബുകൊണ്ട് എൻ്റെ കൂടെ സഞ്ചരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ, നിങ്ങൾ സഞ്ചരിക്കണം. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങുമ്പോ മഹബത്തിൻ്റെ അതിൻ്റെ മൂർധന്യ ദിശയിലുള്ള വേദനിപ്പിക്കുന്ന കഥകൾ പറയുമ്പോ മഹാനായ ഉസ്താദ് കയറി വരികയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇതിൽ നിന്ന് ഇത് ചെറിയ രൂപത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.